കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചില കുട്ടികളിൽ ഒരു ചീത്ത സ്വഭാവം കണ്ടുവരുന്നുണ്ട്. തേൻമൊഴി കേൾക്കുന്നവരെല്ലാം നല്ല കുട്ടികളാണല്ലോ, പിന്നെന്തിനാ തേൻമൊഴിയിൽ അത് പറയുന്നത്? നമുക്കാവശ്യമുണ്ട്. നമുക്കുണ്ട് അങ്ങനെ ചില കൂട്ടുകാർ. അവർക്ക് നമ്മൾ തേൻമൊഴി കേൾപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവരെ തിരുത്തണം. എന്താണ് ആ ചീത്ത സ്വഭാവം? എന്ത് കണ്ടാലും എന്ത് കയ്യിൽ കിട്ടിയാലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു ടോയ്സ് കിട്ടിയാൽ അത് ഉപയോഗിച്ച് കളിക്കാതെ വലിച്ചെറിയുകയും അത് പൊട്ടിക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും ഒരു ബലൂൺ വാങ്ങിക്കൊടുത്താൽ ആ ബലൂൺ അതുകൊണ്ട് കളിക്കാതെ അത് പൊട്ടിച്ച് നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ കിട്ടിയാൽ അതൊക്കെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഈ ഒരു നശീകരണ സ്വഭാവം പല കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. നമുക്കൊരു ടോയ്സ് കിട്ടിയാൽ അത് കളിക്കേണ്ട സമയത്ത് നമ്മൾ കളിച്ച് അതിൻ്റെ സമയം കഴിഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും പിന്നീടും അത് കളിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് നമ്മൾ എടുത്തു വെക്കുകയും വേണം. ചില കുട്ടികളുണ്ട്, ടോയ്സ് വാങ്ങിക്കൊടുത്താൽ അവരത് കളിച്ച് അത് സൂക്ഷിച്ചു വെച്ച് അതെടുത്തു വെച്ച് അവരുടെ കൊച്ചനുജന്മാർക്കും കൊച്ചനുജത്തിമാർക്കുമൊക്കെ അത് കളിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ അത് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്ന നല്ല കുട്ടികളുമുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഒരു ചെടി കണ്ടാൽ അത് വടിയെടുത്ത് നശിപ്പിക്കുകയും അത് ആ പൂ പറിച്ച് അത് നശിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം പല കുട്ടികളിലും കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കിളിക്കൂട് കണ്ടാൽ അത് കല്ലെടുത്തെറിഞ്ഞ് അത് താഴെയിട്ട് അത് നശിപ്പിക്കുന്ന ഈ രൂപത്തിലുള്ള നശീകരണ സ്വഭാവം നോക്കൂ കൂട്ടുകാരെ. എത്ര പ്രയാസപ്പെട്ടാണ് ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ടയിടുവാൻ വേണ്ടി ഒരു കൂട് നിർമ്മിക്കുന്നത്. അത് പറന്നു പോയി അതിനു വേണ്ട പുല്ലുകളും മരക്കഷ്ണങ്ങളുമൊക്കെ കൊണ്ടുവന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരു പക്ഷി അതിൻ്റെ കൂട് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൂട് കണ്ടാൽ അത് കല്ലെടുത്തെറിഞ്ഞ് നശിപ്പിച്ചാൽ അതിൻ്റെ ആ പക്ഷിക്ക് എത്ര പ്രയാസമുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നശീകരണ സ്വഭാവം ഒരിക്കലും നമ്മിൽ ഉണ്ടാകുവാൻ പാടില്ല. അതൊരു ചീത്ത സ്വഭാവമാണ്. നമ്മിൽ അത് ഉണ്ടെങ്കിൽ ഈ തേൻമൊഴി കേട്ട് നമ്മളത് മാറ്റിയെടുക്കണം. അതിനാണല്ലോ നമ്മൾ എല്ലാ ആഴ്ചയിലും തേൻമൊഴികൾ കേൾക്കുന്നത്. ഓരോ വിഷയങ്ങൾ കൃത്യമായി കേട്ട് അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മത്തൂറും തേൻമൊഴി അലിവിൻ്റെ നേർവഴി, അതിരില്ല സന്തോഷത്തിൻ അറിവേകും തേൻമൊഴി. തേൻമൊഴി നന്മയുടെ